മാപ്പിളപ്പാട്ടിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച നാടിന്റെ പഴയകാല ഓർമ്മകൾ പുതുതലമുറയിലേക്ക് പകർന്നു കൊടുക്കുകയാണ് ഒരു കൂട്ടം യുവാക്കൾ. കാസർഗോഡ് ഉദുമ പടിഞ്ഞാറിലാണ് പഴയകാല പാട്ടോർമ്മകളെ പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കുന്നത്. ഇശൽ പടിഞ്ഞാർ എന്ന കലാകൂട്ടായ്മയുടെ പ്രവർത്തകരാണ് ഇതിനു പിന്നിൽ. കാസർഗോഡ് ഉദുമ പടിഞ്ഞാർ എന്ന തീരദേശ ഗ്രാമം മാപ്പിളപ്പാട്ടിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച നാടാണ്. ഇശൽ പെരുമയിൽ ജ്വലിച്ചു നിന്ന ഈ പ്രദേശത്തിൻ്റെ ചരിത്രം പുതിയ തലമുറക്ക് പകർന്നു കൊടുക്കാനുള്ള ശ്രമത്തിലാണ് ഇശൽ പടിഞ്ഞാറ് എന്ന കലാകൂട്ടായ്മ. ഇവിടുന്ന് അങ്ങോളം പുകയില കൃഷിയായിരുന്നു ഇവിടെ. ഈ പത്തല് വളർത്തുമ്പോൾ അവിടുന്ന് ഈ വിവാഹാലോചന നടക്കൽ, അവിടുന്ന് വിവാഹമോചനം നടക്കും. അപ്പോൾ അവരെയൊക്കെ ഈ പണിയൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് മീത്തൽ മമ്മൂച്ചാർ എന്ന ഒരാളുണ്ടായിരുന്നു ഇവിടെ. അദ്ദേഹം പല പാട്ടുകളൊക്കെ പാടിയിട്ട് അവരെ ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടായിരുന്നു. അതായിരുന്നു തുടക്കം. ഇശൽ പടിഞ്ഞാർ ഇപ്പോൾ പുതിയതായി രൂപീകരിച്ചാണ്. അതിനു മുമ്പ് പടിഞ്ഞാർ മാപ്പിള കലാവേദി പറഞ്ഞിട്ടുള്ള ഒരു സംഘടനയും കൂടി ഉണ്ടായിരുന്നു. ഇന്നത്തെ സാമ്പത്തിക പരാധീനതയും സാങ്കേതിക പരിമിതിയൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ചൊങ്കിമൊഴിയും തേൻമൊഴിയും എന്നുള്ള കാസറ്റ് ഇറക്കിയിരുന്നത്. ഇശൽ പടിഞ്ഞാർ ഉദുമയുടെ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തങ്കക്കിനാവ് എന്ന പേരിൽ മാപ്പിളപ്പാട്ട് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതായത് പടിഞ്ഞാറിൻ്റെ ഒരു ഉത്സവം ആക്കി മാറ്റാൻ നമുക്ക് ആ ഒരു പരിപാടിയെ കഴിഞ്ഞിന്. മൂന്നാമത്തെ എഡിഷൻ വളരെ വിപുലമായ രീതിയിലുള്ള പരസ്യങ്ങളും കാര്യങ്ങളും, അതുപോലെ തന്നെ നമ്മുടെ പടിഞ്ഞാറിൽ നിന്നല്ല മൊത്തത്തിൽ കാസർഗോഡ് ജില്ലയിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന രീതിയിലുള്ള പ്രചരണങ്ങളും കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പഴയകാലത്ത് ഇശൽ പെരുമയിൽ ജ്വലിച്ചു നിന്നിരുന്ന നാടിനെ തിരിച്ചുകൊണ്ടുവരികയാണ് ഇശൽ പടിഞ്ഞാറ് കലാകൂട്ടായ്മയുടെ ലക്ഷ്യം. ഷഫീഖ് നസ്രുള്ള, മീഡിയ 1, കാസർഗോഡ്.